ഇത്രയും കാര്യങ്ങൾ അവിശ്രീയിൽ ഉള്ളതുകൊണ്ടും അവിശ്രീ മനസ്സിലാക്കിയെടുത്തത് അതാണ്. ശില്പിയാണെന്ന് പറയുന്നു. ശില്പത്തെ കാണാനുള്ള ആഗ്രഹമുള്ളവർ എന്നിലൂടെ ശില്പിയെ കാണും, മറ്റുള്ളവരെ മനസ്സിലാക്കും. കണ്ടോ, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ടായതുകൊണ്ട് ആ ആള് പറയുന്നു ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ടെന്ന്. പിന്നെ ആരാ? തമ്പുരു വന്നു നാഗാന്ന് വിളിച്ചുകൊണ്ട്. കണ്ണെഴുതാനുള്ള കഴിവ് കണ്ടോ, നല്ലൊരു കണ്ണെഴുത്തുകാരിയാണ്. അത് കണ്ടോ, നല്ല ഒരു ബ്യൂട്ടീഷ്യൻ, നല്ല കഴിവുണ്ട്. ആ ചിത്രത്തിന് ആരെ കാണുന്നു? സ്റ്റിച്ചിങ് അറിയാവുന്ന, ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ടെന്ന്. ദിവ്യ PR. അതാണ് ബുദ്ധിയുള്ള ആളുകൾ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ പറയണം. കാരണം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? നല്ല മേക്കപ്പ് ചെയ്യാൻ കഴിവുണ്ട്. ഫാത്തിമ നന്നായി മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. നല്ലതുപോലെ ചിരിക്കും. ഫുഡ് തിന്നാനുള്ള കഴിവ്, വാക്ചാതുര്യം, അതൊരു കഴിവാണ്. നല്ലൊരു മോട്ടിവേറ്ററാണ്. നല്ല സൗന്ദര്യം, ജീവിതത്തെക്കുറിച്ച് നല്ല ആഴത്തിലുള്ള ജ്ഞാനം. കണ്ടോ, ശ്രീനിവാസ എഴുതിയത് കണ്ടോ, ജീവിതത്തെക്കുറിച്ച് നല്ല ആഴത്തിലുള്ള ജ്ഞാനം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇവരൊക്കെ എഴുതിയിടുമ്പോഴേ അവരിലേക്ക് നിങ്ങളൊന്ന് പോകണം. കാരണം അവർക്ക് അത്രയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കൂട്ടർക്കുണ്ടല്ലോ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിങ്ങൾ എനിക്കല്ല സ്ഥാനമാനം തരേണ്ട, ആ എഴുതിയിട്ടവർക്ക് വേണം സ്ഥാനമാനം കൊടുക്കേണ്ടത്. മനസ്സിലായി? ഇതാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്. നിങ്ങൾ എന്നെ നോക്കരുത്, പകരം നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ അത് എടുക്കണം. നിങ്ങൾ എന്നിൽ എന്തെല്ലാമാണോ കാണുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും എടുക്കണം. ശ്രീനിവാസ